ഹായ് ആൾ ഒരു കാര്യത്തിൻ്റെ കുറവും കൂടിയുണ്ട്. ഹായ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ സൗണ്ട് കൊടുത്ത് ഇങ്ങനെ ലൈവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് കാണാം. ഓ, ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ക്രിസ്ത്യൻ വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഞായറാഴ്ചയും അയാൾ പള്ളിയിൽ പോകും അല്ലേ? ഞാനും ഇതുപോലെ പള്ളിയിലൊക്കെ പോയി. ഇതാണ് ഞങ്ങളുടെ പാഷൻ ഫ്രൂട്ട്. ഞാനും പള്ളിയിലൊക്കെ പോയി ഇങ്ങനെയൊക്കെ വന്നു. വീട്ടിലാരുമില്ല, അവരെല്ലാവരും ഒരു സ്ഥലം വരെ പോയേക്കണേണ്. എവിടെയാണെന്ന് ഗസ് ചെയ്യാം. സൺഡേ ആയിട്ട് നിങ്ങൾക്ക് എന്താ പരിപാടി? എനിക്കിന്ന് പരിപാടിയൊന്നുമില്ല. കുറച്ച് അസൈൻമെൻറ്റ് എഴുതാനുണ്ട്. മാം കഴിഞ്ഞ ആഴ്ച തന്നതാണ്, പക്ഷെ ഞാൻ ഇതുവരെ എഴുതി കഴിഞ്ഞിട്ടില്ല. ഇന്നിരുന്ന് 2 അസൈൻമെൻറ്റ് പ്ലസ് ഒരു റിപ്പോർട്ട് എഴുതണം. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. നിങ്ങളുടെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് പറയാം. ഞാൻ കുറച്ച് ക്രിഞ്ചാന്ന് എനിക്കറിയാം, കാരണം ഞാൻ കണ്ട യൂട്യൂബ് ചാനലൊക്കെ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് വ്യത്യസ്തമാക്കാം. നമുക്ക് വ്യത്യസ്തമാക്കാം. ടീനിങ്ങനെ നടക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പ്. വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കണേണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ കാട്ടുവാസിയാണോ? പക്ഷെ അല്ല ഗൈസ്, ഞാനിവിടെയാണ് താമസിക്കുന്നത്. അല്ല, അവിടെയാണ് താമസിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇങ്ങനത്തെ വീഡിയോ ആയത് കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്കിതിനെക്കുറിച്ച് വലിയ വീഡിയോ ഒന്നുമില്ല. എന്നാൽ എനിക്കിതൊക്കെ ഒന്ന് എൻ്റെ ഒരു മെമ്മറി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഒരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങാം. അതാകുമ്പോൾ എല്ലാം അങ്ങോട്ട് കിടന്നോളുമല്ലോ, ഫോണിൻ്റെ മെമ്മറി ഒന്നും പോവുന്നില്ല. സോ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ കറക്റ്റായിട്ടൊരു പേരിട്ടിട്ടില്ല. എൻ്റെ പേരാണ് കൊടുത്തേക്കണത്. അപ്പം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നല്ല ഒരു പേര് എൻ്റെ ചാനലിൽ കൊടുക്കാൻ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഭാവിയിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു പ്ലേ ബട്ടണൊക്കെ കിട്ടുമ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള പേര് കിട്ടണ്ടേ. അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് സെലക്ട് ചെയ്ത പേരാന്ന് പറയാൻ പ്രൗഡായിട്ട് എനിക്ക് പറയണം. സോ എന്താണ്, കമൻറ്റ് ചെയ്യണം പേര്. വേറെന്താ? അങ്ങനെ സൺഡേ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴായിരുന്നു ഒരു സാധനം പിന്നെയും മറന്നുപോയി. അങ്ങനെ എന്ത് ചെയ്യുമെന്നിരിക്കുന്ന സമയത്തായിരുന്നു കോളിംബെല്ലിൽ ഒരാൾ അടിച്ചു. ഞാൻ പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ ആരാ? ഡെലിവറി ചേട്ടൻ. ആമസോണിൽ നിന്നും സാധനം വന്നു. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. കമോൺ. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ കയ്യിൽ കത്തിയും കോടാലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണ് നമുക്ക്. കമോൺ, കട്ട്. പോടാ. ഇതാണ് നമ്മുടെ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഗേൾസ്. ഓക്കെ, ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. തീർന്നിരിക്കണമായിരുന്നു, പക്ഷെ അത് ഞാൻ വാങ്ങി. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഞാൻ പേർപ്പിളിൽ ഇത് ആക്ച്വലി ഓർഡർ ചെയ്തായിരുന്നു, പക്ഷേ പേർപ്പിൾ 5 ദിവസം കഴിഞ്ഞിട്ട് ഇത് വന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും പേർപ്പിളിൽ 26 ജൂലൈയിൽ അറൈവിങ് ആണോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ 1-ാം തീയതി ആയിട്ടും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അതിൽ നിന്ന് ഓർഡർ ക്യാൻസൽ ചെയ്ത് എനിക്ക് റീഫണ്ട് ചെയ്ത് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. 2 ദിവസത്തിനുള്ളിൽ കിട്ടി. ഹാപ്പി. ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക്. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് എന്തായാലും വാങ്ങിച്ചതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. നല്ല ടെക്സ്ചറാണ്. സൂപ്പറാണ് കേട്ടത്. എനിക്കറിയാം ഇത് സൂപ്പറാണ്. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. എടുത്തിപ്പോൾ ഇതിന് 2 എണ്ണം ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ച് തീർന്നതാണ്. ഇതിലൊന്നുമില്ല. ലാസ്റ്റിന് ഇത്രയും കൂടി ഉള്ളൂ, തീർന്നു. പക്ഷേ ഇത് പുതിയത് തിരിച്ചിട്ട് വന്നില്ല. എൻ്റെ കയ്യിൽ ഇത്രയും ഷെയ്ഡ്സാണുള്ളത്. ഈ ഷെയ്ഡ്സ് എനിക്ക് ചേരുമെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഈ ഷെയ്ഡ്സിൽ പകുതിയും
എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ കളർക്ക് ഭയങ്കര ഇഷ്ടം. ശ്രേയ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഷീസ് ഹെൽപ്പിംഗ് മീ ടു ടേക്ക് ദിസ് വീഡിയോ ഗൈസ്. ബിരിയാണി കഴിച്ചിട്ട് വരാം. നമ്മൾ വലിയ കാര്യത്തിന് ബിരിയാണി കഴിക്കാനൊക്കെ പോയിട്ട് കട തുറന്നിട്ടുണ്ടായ മതിയായിരുന്നു. പോയി വഴി തെറ്റിപ്പോന്ന് തോന്നാണ്. നമുക്ക് മാപ്പിടാം അല്ലേ ഗൈസ്. നമ്മൾ വിചാരിച്ചു നമ്മുടെ തെറ്റാണെന്ന്, പക്ഷെ നമ്മുടെ കറക്റ്റ് ആയിരുന്നു. ഇവിടെ നേരെ പോയിട്ട് പറഞ്ഞാൽ മതി, 1 മിനിറ്റിനുള്ളിൽ. എന്റെ ദൈവമേ, നമ്മൾ ചെന്നൈ ബിരിയാണി എത്തി ഗൈസ്. ചുടുക്കത്തെ തിരക്കാണ്. ശ്രേ ഹായ് പറ. നമ്മൾ പെപ്സി വാങ്ങാൻ വിട്ടു ഗോയ്സ്. ഞാൻ ഇപ്പം ചത്തേനി. പെപ്സിയും ബിരിയാണിയും നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. ഓ എന്തൊരു അഭിനയം. ഞങ്ങൾ വീട്ടിലോട്ട് വന്നും ഡ്രസ്സൊക്കെ മാറി. ഇനി നമുക്ക് ബിരിയാണി കഴിക്കാം. ഞാൻ കുറച്ചൊന്ന് കരുവാളിച്ച് സൺസ്ക്രീനൊന്നും ഇട്ടില്ല. വേറൊന്നുമല്ല, ബിരിയാണിയുടെ കൊതിമുട്ട് ഓടിയതാണ്. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ നമുക്ക് പൊട്ടിക്കാം. ആദ്യത്തെ 2 ടൈപ്പ് ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ചിക്കൻ 65 ബിരിയാണി, ഒന്ന് നോർമൽ ചിക്കൻ ബിരിയാണി. ഇതെന്താ നോർമൽ ചിക്കൻ ബിരിയാണി. ഇതങ്ങോട്ട് മാറ്റി വെക്കാൻ നല്ല വാസന വരുതടാ. രണ്ടാമത്തത് ചില്ലി ചിക്കൻ അല്ലല്ല, ഏതായിരുന്നു ശ്രേയ? ചിക്കൻ 65. ഊഫ്. ഓക്കെ, കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പറാണോ? അടിപൊളിയാണോ? ഓക്കെ. ബിരിയാണി കഴിച്ച് കുറച്ച് ഹെവി ആയിപ്പോയി, പക്ഷെ നല്ലതായിരുന്നു. അത് കഴിഞ്ഞൊരു ഡേറ്റ്സ് വായിലിട്ടിരിക്കണം. എനിക്ക് കുറച്ച് അസൈൻമെന്റ്സ് ചെയ്ത് തീർക്കാനുണ്ട്, അപ്പോൾ അത് ചെയ്യണം. ഓക്കെ എന്നാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അസൈൻമെന്റ് എഴുതാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. അതൊക്കെ കഴിയുന്ന സമയത്താണ് ശ്രേയ സ്നാക്സ് കേട്ടത്. അപ്പം അതൊക്കെ കഴിച്ചിരിക്കണാണ്. ഇതൊക്കെ എനിക്ക് എഴുതാനുള്ള എംപ്റ്റി ഷീറ്റ്സ്. ഞാൻ ഇതുവരെ ഉച്ചമുതലിരുന്ന് എഴുതിയത് ഒരു പേജാണ്. ഓക്കെ, ഇതാണ് പറയണത്. അന്നന്ന് ചെയ്യേണ്ടത് അന്നന്ന് ചെയ്യണമെന്ന്. കഴിഞ്ഞ ആഴ്ച തന്ന വർക്കാണ്, ഞാൻ ഇതുവരെ ചെയ്തില്ലായിരുന്നു. ഞാനിപ്പോൾ ശരിക്കും അത് ഓർത്തിട്ട് റിഗ്രറ്റ് ചെയ്യണത്. ആദ്യമേ തുടങ്ങി വെച്ചാൽ മതിയായിരുന്നു. തീരണില്ലാണ്ട് എനിക്ക് അറിയണ ഇടയൊക്കെ മടുത്ത്. ഇനി ഒരു അസൈൻമെന്റും റിപ്പോർട്ടും എനിക്ക് റിക്രിയേഷണൽ ആക്ടിവിറ്റി. ഞാൻ റെസ്റ്റ് എടുത്തു. ഒരാളെ ഞാൻ കാണിച്ചു തരാം. വന്നേടാ. ഇതാണ് ഞങ്ങളാ പേര് പറ. പേര് പറ. ഞങ്ങളാണ് റിച്ചു. റിച്ചുവാ? ഈ ആക്കടെ പേര് പറ. എന്റെ പേര് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ. എന്റെ പേരെന്താ? മീനു ചേച്ചി. മീനു ചേച്ചി ഉണ്ണിക്കുട്ടനും. വേറൊരാളും കൂടി ഉണ്ട്. ഇതാണ് നമ്മളെ പൊന്നി റിച്ചു. മീനു ചേച്ചി. മീനു ചേച്ചി. മീനു ചേച്ചി. റിച്ചു. റിച്ചു. ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ. ഞങ്ങള് റിച്ചിനെ നടത്താൻ കൊണ്ടുപോവുകയാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് മൂത്ത് ഒഴിക്കാൻ കൊണ്ടുപോകും.
ദേ 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 ഒന്നും ചെയ്യല്ലേ. അല്ല ഇപ്പോൾ തിരിക്കുകയാണ്. ഇവനാണ് ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ താരം. ഇവിടെ ഒരു പാട്ട് പാടോ? Are you sleeping? Are you sleeping? Where the John? Where the John? Morning messaging, morning messaging. Ting tong bell, ting tong bell. സൂപ്പർ. Sit there. നമുക്ക് വേണ്ടി കാപ്പി ഇടുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. ഒന്ന് പോടാ. What? Okay. She's making me chaya. Wow. നിലത്തൊക്കെ പോയി. ഇതെല്ലാം കണ്ട് ഒരു പ്രതികരണം ഇല്ലാണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞു മണിയാണേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇവക്കടെ വീട്ടിലായിരുന്നു ഫുഡ്. എനിക്കിനി എഴുതാനുണ്ട്. ബൈ ബൈ ബൈ. ശ്രേയ ഉറങ്ങാൻ പോകുന്നു, ഞാൻ എഴുതാൻ പോകുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോസിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണെന്ന് ഞാൻ പറയാനില്ല. അവൾ പറഞ്ഞു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം. എന്നിട്ട് ആ ബെല്ലൈക്കൺ അമർത്തണമെങ്കിൽ എൻ്റെ ഇങ്ങനത്തെ അല്ലറ ചില്ലറ ലൊട്ടിലൊടുക്ക് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത്രേ ഉള്ളൂ. ബൈ. കഴിഞ്ഞിട്ടില്ല ഗായ്സ്. സമയം 12:54. എൻ്റെ വർക്ക്സ് എല്ലാം ഓൾമോസ്റ്റ് ഡണ്ണായി. ഉറങ്ങാൻ പോണേ.